വർഷം 1963. ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ ഒരു രഹസ്യരേഖയിൽ വിചിത്രമായൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഏകദേശം 500-ലധികം ആണവ സ്ഫോടനങ്ങൾ ഉപയോഗിച്ച് ഒരു ഭൂപ്രദേശം മൊത്തമായി മാറ്റിമറിച്ച് കനാൽ നിർമ്മിക്കുക. അന്ന് അവർ ഈ പ്ലാൻ ഗൗരവമായി തന്നെ പരിഗണിച്ചിരുന്നു. ലോകത്തിന്റെ ശ്രദ്ധ മറ്റെവിടെയോ ആയിരിക്കുമ്പോൾ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമി കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്ത ഈ വമ്പൻ പദ്ധതിക്ക് മിഡിൽ ഈസ്റ്റിലെ മാറിവരുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. ഇത് വെറുമൊരു നിർമ്മാണ പ്രൊജക്റ്റ് മാത്രമല്ല, ലോകക്രമത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആശയമാണ്. ഈ രഹസ്യ പദ്ധതിയെക്കുറിച്ച് ദ തിങ്കിംഗ് മലയാളി ഇന്ന് വെളിപ്പെടുത്തുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ലോകശക്തികൾ ഇത്തരമൊരു പ്ലാനിലേക്ക് നീങ്ങിയത്? ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സാധനങ്ങൾ എത്തുന്ന ആഗോള വിതരണ ശൃംഖലയുടെ ഹൃദയമിടിപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈജിപ്തിലെ ഒരു ഇടുങ്ങിയ ജലപാതയാണ്, സൂയസ് കനാൽ. വെറും 193 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിലൂടെയാണ് ലോകവ്യാപാരത്തിന്റെ 12% കടന്നുപോകുന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഗതാഗതത്തിന്റെ ജീവനാഡി എന്ന് ഇതിനെ വിളിക്കാം. എന്നാൽ ഒരൊറ്റ കപ്പൽ വിചാരിച്ചാൽ ലോകം മുഴുവൻ സ്തംഭിക്കുമെന്ന് 2021 നമ്മൾ കണ്ടു. എവർ ഗിവൻ എന്ന ഭീമൻ കപ്പൽ 6 ദിവസം അവിടെ കുടുങ്ങിക്കിടന്നപ്പോൾ ലോകത്തിന് ഓരോ മണിക്കൂറിലും നഷ്ടപ്പെട്ടത് $400 മില്യൺ. ഇതിനർത്ഥം ഒരു ദിവസം ഏകദേശം $9 ബില്യൺ വ്യാപാരം തടസ്സപ്പെട്ടു എന്നാണ്. ലോകത്തെ മുഴുവൻ ഒരു കപ്പലിന് മുന്നിൽ സ്തംഭിപ്പിച്ച ആ സംഭവം അതൊരു മുന്നറിയിപ്പായിരുന്നു. ഇവിടെയാണ് തന്ത്രജ്ഞരുടെ ബദൽ ചിന്തിക്കുന്നത്. സൂയസ് കനാലിനെ നേരിട്ട് വെല്ലുവിളിക്കാൻ പോകുന്ന ഏകദേശം 300 കിലോമീറ്റർ നീളമുള്ള മറ്റൊരു കനാൽ യാഥാർത്ഥ്യമായാലും. പതിറ്റാണ്ടുകളായി തന്ത്രജ്ഞർ ചർച്ച ചെയ്യുന്ന ഒരു വിസ്മയിപ്പിക്കുന്ന പദ്ധതിയുണ്ട്, ബെൻ ഗുരിയൻ കനാൽ. ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലൂടെ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ സ്വപ്ന പദ്ധതിയെക്കുറിച്ച് ഇന്ന് ലോകം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഇത് വെറുമൊരു ഭാവനയല്ല, മറിച്ച് ശതകോടിക്കണക്കിന് ഡോളർ ചിലവ് വരുന്ന ഒരു എഞ്ചിനീയറിംഗ് മാസ്റ്റർ പ്ലാനാണ്. എന്താണ് ഈ പദ്ധതിയുടെ പിന്നിലെ രഹസ്യം? ഇതെങ്ങനെയാണ് ലോകത്തെ മാറ്റാൻ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. ഒരു പുതിയ കനാൽ ലോകത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമുക്ക് സൂയസ് കനാലിന്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. 1869 മുൻപ് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ യാത്ര ചെയ്യുന്ന കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റി സഞ്ചരിക്കേണ്ടിയിരുന്നു. ഏകദേശം 7000 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട ഈ യാത്രയ്ക്ക് ആഴ്ചകളോളം സമയമെടുക്കുമായിരുന്നു. ഇത് വ്യാപാര ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ഭക്ഷണ സാധനങ്ങളുടെയും ഇന്ധനത്തിന്റെയും വില ഉയർത്തുകയും ചെയ്തു. ഫ്രഞ്ച് എഞ്ചിനീയർ ഫെർഡിനാൻഡ് ഡി ലെസെപ്സിന്റെ നേതൃത്വത്തിൽ 10 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 1869 നവംബറിൽ സൂയസ് കനാൽ തുറന്നു. ഇന്ന് പ്രതിവർഷം 20,000-ലധികം കപ്പലുകളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ജലപാതയല്ല, മറിച്ച് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. 2023 മാത്രം $9.4 ബില്യൺ ഇതിൽ നിന്നുള്ള വരുമാനം. ഓരോ വർഷവും കപ്പലുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ ടോൾ തുക ഈജിപ്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന്റെ വലിയൊരു ഭാഗമാണ്. സൂയസ് കനാലിന്റെ ഈ ആഗോള കുത്തക പല രാജ്യങ്ങളെയും ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ആഗോള വ്യാപാരം സുരക്ഷിതമാക്കാൻ മറ്റൊരു പാത കൂടി വേണമെന്ന ചിന്തയിൽ നിന്നാണ് ബെൻ ഗുരിയൻ കനാൽ എന്ന ആശയം ശക്തിപ്പെടുന്നത്. സൂയസ് കനാലിന് പകരം ഒരു പാത എന്ന ചിന്തയ്ക്ക് 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോളം പഴക്കമുണ്ട്. ബ്രിട്ടീഷ് തന്ത്രജ്ഞർ അക്കാലത്ത് തന്നെ ഇത്തരമൊരു വഴിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. എന്നാൽ 1948 ഇസ്രായേൽ സ്ഥാപിതമായതോടെയാണ് ഈ ചർച്ചകൾ ഗൗരവമായത്. ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയന്റെ പേരാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലിലെ അക്വാബ ഗൾഫുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നീളം ഏകദേശം 290 കിലോമീറ്റർ. ഇത് സൂയസ് കനാലിനേക്കാൾ 100 കിലോമീറ്ററോളം അധികമാണ്. ചിലവ്
ഏകദേശം 50 മുതൽ 100 ബില്യൺ ഡോളർ വരെയാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശേഷി 50 മീറ്റർ ആഴവും 200 മീറ്റർ വീതിയും. ഇതിന്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും ഭീമൻ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഒരേ സമയം 2 വശങ്ങളിലേക്കും സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ്. സൂയസ് കനാലിൽ ഇന്നും പല ഭാഗങ്ങളിലും വൺ വേ ഗതാഗതമാണെന്നതും കപ്പലുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരുമെന്നതും ഓർക്കണം. ബെൻ ഗുരിയൻ വന്നാൽ കാത്തുനിൽപ്പില്ലാത്ത യാത്ര സാധ്യമാകും. ഇത് കേവലം ഒരു ജലപാത മാത്രമല്ല. ഇതിന്റെ തീരങ്ങളിൽ വമ്പൻ തുറമുഖ നഗരങ്ങളും ലോജിസ്റ്റിക് ഹബ്ബുകളും ഇൻഡസ്ട്രിയൽ സോണുകളും നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ മിഡിൽ ഈസ്റ്റിലെ വ്യാപാരത്തിന്റെ സിരാകേന്ദ്രം ഇസ്രായേലിലേക്ക് മാറും. ഇത്രയും വലിയൊരു കനാൽ നിർമ്മിക്കുക എന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളിലൊന്നാണ്. പക്ഷേ ഇതിനൊരു വലിയ പ്രശ്നമുണ്ട്. ആയിരക്കണക്കിന് എഞ്ചിനീയർമാരും തൊഴിലാളികളും ഇതിനായി വർഷങ്ങളോളം അധ്വാനിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ മണ്ണും പാറയുമാണ് ഇതിനായി നീക്കം ചെയ്യേണ്ടി വരിക. അതായത് ഭൂമിയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കേണ്ടി വരുമെന്നർത്ഥം. ഇവിടെയാണ് ചരിത്രത്തിലെ ഒരു വിവാദകരമായ ആശയം പുറത്തുവരുന്നത്. 1963 അമേരിക്കയിലെ ലോറൻസ് ലിവർമോർ നാഷണൽ ലാബോറട്ടറി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ നെഗേവ് മരുഭൂമിയിൽ ഒരു കനാൽ നിർമ്മിക്കാൻ ആണവ സ്ഫോടനങ്ങൾ ഉപയോഗിക്കാമെന്ന ആശയം ശാസ്ത്രജ്ഞർ പരിഗണിച്ചതായി കാണുന്നു. ഓപ്പറേഷൻ പ്ലൗഷെയർ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 500-ലധികം സ്ഫോടനങ്ങൾ ഉപയോഗിച്ച് പാറകൾ നീക്കം ചെയ്യാമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ റേഡിയേഷൻ ഭീഷണിയും പാരിസ്ഥിതിക ആഘാതവും കണക്കിലെടുത്ത് ഇതൊരിക്കലും നടപ്പിലാക്കിയിട്ടില്ല. ഇത്രയും സങ്കീർണമായൊരു എഞ്ചിനീയറിംഗ് വെല്ലുവിളി ഏറ്റെടുക്കാൻ അക്കാലത്ത് ശാസ്ത്രജ്ഞർ എത്രത്തോളം തീവ്രമായി ചിന്തിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ രേഖകൾ. ഇന്ന് അത്യാധുനികമായ ഡ്രെഡ്ജിംഗ് സിസ്റ്റങ്ങളും ലേസർ സെൻസറുകളും ഉപയോഗിച്ചാണ് ഇത്തരം നിർമ്മാണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. എങ്കിലും നെഗേവ് മരുഭൂമിയിലെ കഠിനമായ ചുണ്ണാമ്പ് കല്ലുകളും മണൽക്കല്ലുകളും തുരന്ന് മാറ്റുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി ഇന്നും തുടരുന്നു. ഇതോടൊപ്പം പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന വശം ഈ കനാലിന്റെ പരിപാലനമാണ്. ചെങ്കടലിലെയും മെഡിറ്ററേനിയനിലെയും ഉപ്പുവെള്ളം മരുഭൂമിയിലെ ഭൂഗർഭ ജലസ്രോതസ്സുകളെ എങ്ങനെ ബാധിക്കുമെന്നത് വലിയൊരു പരിസ്ഥിതി ചോദ്യമാണ്. കൂടാതെ മണൽക്കാറ്റുകൾ മൂലം കനാലിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള മണ്ണ് നീക്കം ചെയ്യാൻ അത്യാധുനികമായ ഡ്രെഡ്ജിംഗ് കപ്പലുകൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കേണ്ടി വരും. ഇത് നിർമ്മാണ ചെലവിനു പുറമെ കനാലിന്റെ നടത്തിപ്പിനായി ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്ന് ചുരുക്കം. സൂയസ് കനാൽ മണലിലൂടെ വെട്ടിയതാണെങ്കിൽ ബെൻ ഗുരിയൻ പാറകൾ തുരന്നു വേണം നിർമ്മിക്കാൻ. നിർമ്മാണത്തിന് മാത്രം 5 മുതൽ 10 വർഷം വരെ എടുക്കും. ഈ കനാൽ യാഥാർത്ഥ്യമായാൽ ഇസ്രയേലിന് ലഭിക്കുന്ന നേട്ടങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. സാമ്പത്തിക പ്രാധാന്യം. സൂയസ് കനാലിലൂടെയുള്ള ഗതാഗതത്തിന്റെ 20% ആകർഷിക്കാൻ കഴിഞ്ഞാൽ പോലും പ്രതിവർഷം ശതകോടിക്കണക്കിന് ഡോളർ ഇസ്രയേലിന് ലഭിക്കും. കൂടാതെ തീരത്തുള്ള പുതിയ നഗരങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹൈഫ മെഗാപോർട്ട്. ബെൻഗുരിയൻ കനാൽ പദ്ധതിയുടെ ഒരു പ്രധാന പ്രവേശന കവാടമായും ഈ വമ്പൻ പ്ലാനിന്റെ ആദ്യപടിയായും പല സാമ്പത്തിക നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നു. 1.7 ബില്യൺ ഡോളർ ചിലവിൽ നിർമ്മിച്ച ഈ ഹൈഫ പോർട്ട് ഇന്ന് ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് എന്നത് ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ പോർട്ട് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. കനാൽ വരുന്നതിന് മുൻപേ വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇസ്രയേൽ നേടിയെടുത്തു കഴിഞ്ഞു. സൈനിക നേട്ടം. ഇസ്രയേൽ നാവികസേനയ്ക്ക് മെഡിറ്ററേനിയനിൽ നിന്നും ചെങ്കടലിലേക്ക് മറ്റ് രാജ്യങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ അതിവേഗം നീങ്ങാം. ഇത് അമേരിക്കയുടെ നാവികസേനയ്ക്കും വലിയൊരു തന്ത്രപരമായ സൗകര്യമാകും. പക്ഷെ ഇത്രയും നേട്ടങ്ങളുള്ള ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അത്ര എളുപ്പമാണോ? ഈ പദ്ധതിയുടെ ലക്ഷ്യം കേവലം സാമ്പത്തിക ലാഭത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിന് വലിയൊരു തന്ത്രപരമായ വശമുണ്ട്. യൂറോപ്പിലേക്കുള്ള ഊർജ്ജ വിതരണത്തിൽ റഷ്യയെയും മറ്റ് അറബ് രാജ്യങ്ങളെയും അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു. ഇതിലൂടെ ആഗോള ഊർജ്ജ വിപണിയിൽ പുതിയൊരു സുരക്ഷിത പാത തുറക്കുകയാണ് അവരുടെ ലക്ഷ്യം.
ബെൻ ഗുരിയൻ കനാൽ യാഥാർത്ഥ്യമായാൽ ഒരു സുരക്ഷിത പങ്കാളി എന്ന നിലയിൽ ഇസ്രായേലിലൂടെയുള്ള ഈ പാത യൂറോപ്പിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയൊരു ഉറപ്പായി മാറും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയ സ്വാധീനം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഈ കനാല് ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എന്നതിലുപരി വലിയൊരു തന്ത്രപരമായ മാറ്റമാണ്. 1. ഈജിപ്തിന്റെ സാമ്പത്തിക മേഖല. സൂയസ് കനാലിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞാൽ അത് ഈജിപ്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചേക്കാം. മിഡിൽ ഈസ്റ്റിലെ സുപ്രധാന രാജ്യമായ ഈജിപ്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. 2. ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ. ഈ കനാൽ പദ്ധതിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഈ പ്രദേശത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. കനാലിന്റെ നിർദ്ദിഷ്ട പാതയുടെ വടക്കൻ ഭാഗം നിലവിൽ സംഘർഷ സാധ്യതയുള്ള മേഖലകൾക്ക് സമീപമായതുകൊണ്ട് തന്നെ ഇതിന്റെ സുരക്ഷയെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. 3. പുതിയ സഖ്യങ്ങൾ. പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിശ്വസിക്കുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി IMEC ബെൻ ഗുരിയൻ കനാൽ മുന്നോട്ട് വെക്കുന്ന അതേ ലക്ഷ്യത്തിന്റെ ആധുനിക രൂപമാണെന്നാണ്. ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിക്ക് ബദലായി ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് വിഭാവനം ചെയ്ത ഈ സാമ്പത്തിക പാത ആഗോള വ്യാപാരത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. ബെൻ ഗുരിയൻ കനാൽ ഇന്നും ഒരു വിഭാവനം ചെയ്തൊരു പദ്ധതിയായി അവശേഷിക്കുന്നുണ്ടെങ്കിലും അത് ആഗോളതലത്തിൽ വലിയ ചർച്ചാ വിഷയമായി തുടരുന്നു. $100 ബില്യൺ മുടക്കാൻ ലോകം തയ്യാറാകുമോ? അതോ ഈ പദ്ധതി രൂപരേഖയിൽ തന്നെ അവശേഷിക്കുമോ? ഭാവിയുടെ വ്യാപാര പാതകൾ ആര് തീരുമാനിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ദ തിങ്കിംഗ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.